ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരുന്ന സമയത്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രിപ്പ് പോയാലോ എന്നൊരു ആലോചന. അപ്പോൾ കൂട്ടുകാരന്മാരാരും ഇല്ല, നമ്മൾ ഒറ്റയ്ക്കൊന്ന് ട്രിപ്പ് പോയാലോ എന്നൊരു ആലോചന. പക്ഷേ ഞാൻ കൂട്ടുകാരന്മാർ ഇന്നലെ ഇതുപോലെ വിളിച്ച് ചോദിച്ചപ്പോൾ അവന്മാർ പറഞ്ഞ അവന്മാർക്ക് ഇന്ന് സമയമില്ല, നാളെ സമയമെന്ന്. അന്ന് എനിക്ക് നാളെ സമയമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ട്രിപ്പ് പോകുന്നത്. ഇതുവരെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ട്രിപ്പ് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ പജേറോയും കൊണ്ടാണ് ഇന്ന് നമ്മൾ ട്രിപ്പ് പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, ഡെസേർട്ടിലോട്ടാണ് നമ്മൾ ട്രിപ്പ് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ 2 മാസം മുന്നേ നമ്മൾ ജസ്റ്റ് മൗണ്ടൈന് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഒരു ഓഫ് റോഡാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാം പജേറോ ആണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പം നമ്മൾ സിറ്റി 2 വഴിയാണ് വന്നത് മൗണ്ടൈനിൽ നിന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പജേറോ സിറ്റി 2 വീട്ടിലാണ് ഇട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് അന്ന് രാത്രി നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇവിടെയാണ് താമസിച്ചത്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പജേറോ ഇനിയിപ്പം നമ്മുടെ സിറ്റി 1 വീട്ടിലോട്ട് ഒന്നും എടുത്തുകൊണ്ട് പോകണ്ട. അവിടെ ഓൾറെഡി BM സിവിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ പജേറോ വന്ന് പിന്നെ ഇവിടെ കിടക്കട്ടെന്ന്. അങ്ങനെ ഞാൻ പിന്നെ ഇന്നലെ നൈറ്റ് ഏതാണ്ട് ഒരു 1 മണിയായപ്പോഴത്തേക്ക് ഞാൻ വന്ന് നമ്മുടെ പജേറോ എടുത്ത്. പിന്നെ എനിക്ക് ഇപ്പോൾ ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ ലാഗാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് ഒരു തുള്ളി എണ്ണയില്ല. നമ്മൾ അന്ന് ട്രിപ്പ് പോയിട്ട് വന്നിട്ട് കൊണ്ടങ്ങ് ഇട്ടതാണ്. നമുക്ക് ജസ്റ്റ് പെട്രോളും കാര്യങ്ങളൊക്കെ ഒന്ന് അടിക്കണം. ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമുക്ക് പോകണം. ഡെസേർട്ടിലോട്ടാണ് നമുക്ക് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ടാങ്ക് എണ്ണ അടിക്കാം ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഫുൾ ടാങ്ക് എണ്ണ അടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമുക്ക് ഇങ്ങനെ ചുമ്മാ നിൽക്കാം. ഗൈസ്, നമ്മൾ അന്ന് പജേറോ കൊണ്ടുപോയിട്ട് പിന്നെ കഴുകിയിട്ടേ ഇല്ല. അപ്പോൾ ഫുൾ അരിക്കുണ്ട്. നമുക്ക് സൂപ്പർ മാർക്കറ്റ് അകത്തൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഞാൻ ആലോചിക്കാം നമ്മൾ സിറ്റി 1 പോയിട്ട് സർവീസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ കാറൊന്ന് വാഷ് ചെയ്തിട്ട് പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഫുള്ള് ചെളിയാണ്. പിന്നെ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തായാലും നമ്മൾ ഡെസേർട്ടിലാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ഓഫ് റോഡൊക്കെ കാണും. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ കരിവേലും പിന്നെ അരിക്കാവും ഗൈസ്. അപ്പോൾ അത് ചെറിയൊരു ഇതുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഇനി സിറ്റി 1 എത്തിയിട്ട് കാണാം. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ തീരുമാനിക്കുക ഗൈസ്, വാഷ് ചെയ്യണോ വേണ്ടോന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി സിറ്റി 1 എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ സിറ്റി 1 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ തീരുമാനിച്ചു നമുക്ക് കാർ വാഷ് ചെയ്തിട്ട് പോയേക്കാം. ഓക്കെ, നമുക്ക് കാർ വാഷ് ചെയ്തിട്ട് പോയേക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് കാർ വാഷ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നേരെ നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. ഗൈസ്, ഇനി നമ്മൾ നേരെ ഡെസേർട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് നമ്മളെ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, പിന്നെ സ്കൂട്ടർ ഇല്ലാതെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു വൈബില്ല. അത് മാത്രമല്ല, കൂട്ടമുള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് പോകാം. പിന്നെ കൂട്ടമില്ലാതെ പാട്ട് കേൾക്കാൻ ഒരു വൈബില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടോണ്ട് കുറച്ച് വൈബ് അടിച്ചുകൊണ്ട് പോകാം. ഓക്കെ, ഇനി കുറച്ച് മ്യൂസിക് ആവാം. கப்ப உள்ள வருண்டா மச்சான் காத்திருங்க. கப்ப உள்ள அனுப்ப கைங்க வேலை விட்டுங்க. நோட்டு மேல பறந்தா கைங்க உள்ள மிதக்க. நோட்டு கையில் இருக்கும் வர கதையே இல்ல. கப்ப உள்ள வருண்டா மச்சான் காத்திருங்க. கப்ப உள்ள அனுப்ப கைங்க வேலை விட்டுங்க. நோட்டு மேல பறந்தா கைங்க உள்ள மிதக்க. நோட்டு கையில் இருக்கும் வர கதையே இல்ல. நானுடா கைங்க கைங்கடா எத்தனை வருஷம்டா உனக்கு தெரியும்டா சொல்லுங்க தம்பிக்கு இல்லைடா என் கைங்கடா என் ഗൈസ്, നമ്മൾ പാട്ടൊക്കെ ഇട്ടിങ്ങനെ ചില്ലടിച്ച് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം. ഗൈസ്, പെട്ടെന്ന് തന്നെ നമ്മൾ പാട്ടൊക്കെ ഇട്ടിങ്ങനെ ചില്ല് ചെയ്ത് വരുന്ന സമയത്താണ്. ഗൈസ്, ഇവിടെ സർവീസ് സെൻറ്റർ ഉണ്ടോ നമുക്ക് ജസ്റ്റ് അന്വേഷിക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ നോക്കിയ സമയത്ത് ഇവിടെ സർവീസ് സ്റ്റേഷൻ ഒന്നുമില്ല. അപ്പം പിന്നെ നമ്മുടെ വണ്ടി ഇടിച്ചിട്ടുണ്ട് ഗൈസ്. എന്തൊരിതാ ഗൈസ് ഇത്. അപ്പോൾ നമ്മൾ പിന്നെ നോക്കിയപ്പോൾ ഈ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ സർവീസ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പാട്ടായിട്ട് ചില്ല് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് പാട്ടായിട്ട് വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ അത്ര 2-3 നല്ല പവർ ഇടിച്ചിട്ട് നമ്മുടെ പജേറൊക്കെ സംഭവിച്ചിട്ടില്ല. അതിൻ്റെ ഗ്ലാസ് കൂടി പിന്നെ ലെഫ്റ്റ് സൈഡ് ചിലർ ചളുങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്കിനി സർവീസ് ചെയ്തിട്ട് കാണാം.
അപ്പോൾ ഗേസ് നമ്മളങ്ങനെ സർവീസും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഇനി നേരെ നമ്മൾ ഡെസേർട്ടിലോട്ടാണ് ഗേസ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗേസ് നമുക്ക് ഡെസേർട്ട് എത്തിയതിനു ശേഷം കാണാം. അപ്പോൾ ഗേസ് നമ്മളങ്ങനെ ഡെസേർട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് പിടിക്കാം. അപ്പോൾ ഈ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. അപ്പോൾ നമുക്ക് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പജ്ജറിലിരിക്കുന്ന അധികം കുലുക്കവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഓഫ് റോഡ് വരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഗേസ് എനിക്കിപ്പോൾ തോന്നുന്നത് നമുക്ക് മെയിൻ റോഡ് വരെയെല്ലാം പോയാൽ മതിയാണ്. ഇത് കുറേ നേരം കൊണ്ട് നമ്മളിങ്ങനെ ഓടിക്കുവാണ്. മെയിൻ റോഡ് വരെയെല്ലാം പോയിരുന്നെങ്കിൽ ബപ്പലെ എത്തിയേനെ ഗൈസ്. അത് കുഴപ്പമില്ല, നമ്മുടെ പജറോ ഇല്ലയോ. ഇപ്പോൾ കരിവീത് വെറുതെ പോയി ഗൈസ്. കരിവുണ്ടായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും ഇനി നമുക്ക് ഹോട്ടൽ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് പോകുന്നതാണ് നമ്മുടെ ഹോട്ടൽ. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ഹോട്ടൽ എത്തിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ പാർട്ട് 2 ആയിട്ട് വരും ഗൈസ്. അതായത് നമ്മൾ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകുന്ന പാർട്ട് 2 ആയിട്ട് നമ്മൾ വരും. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തേക്കാം. ഓക്കെ ഗൈസ് ജസ്റ്റ് റിവേഴ്സും കാര്യങ്ങളും എടുത്ത് ഇവിടോട്ട് നമുക്ക് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാം. ഓക്കെ 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 ഇങ്ങോട്ട് പാർക്ക് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ആൾക്കാർ വരും ഗൈസ്. ഒരാൾ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ഹോട്ടലാണ്. ഓക്കെ ഇതാണ് നമ്മുടെ പജ്ജർ ഫുള്ളായിരിക്കായിട്ടുണ്ട് ഗൈസ്. ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സപ്പോർട്ട് ചെയ്യാനുള്ള ചെയ്യേണ്ട മറക്കില്ല. ഓക്കെ അപ്പോൾ ബൈ.